വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള NGO അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധാഗ്നി സംഘടിപ്പിച്ചു. സിവിൽ സ്റ്റേഷനിൽ സംഘടിപ്പിച്ച പ്രതിഷേധം ജില്ലാ പ്രസിഡന്റ് AT ശശി ഉദ്ഘാടനം ചെയ്തു. ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ, ഗൾഫ് ബസാർ, നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, കാസർഗോഡ്. 5 വർഷം കൂടുമ്പോൾ ശമ്പളം പരിഷ്കരിക്കുകയെന്നത് ജീവനക്കാരന്റെ അവകാശമാണെന്നും ആനുകൂല്യ നിഷേധം അംഗീകരിക്കാനാകില്ലെന്നും ജില്ലാ പ്രസിഡന്റ് AT ശശി പറഞ്ഞു. ശമ്പള കമ്മീഷനെ നിയമിക്കാൻ വൈകിയ സാഹചര്യത്തിൽ അധ്യാപകർക്കും ജീവനക്കാർക്കും 20% ഇടക്കാലാശ്വാസം അനുവദിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ശമ്പള പരിഷ്കരണത്തിന് മുമ്പായി എപ്പോഴാണോ ശമ്പള പരിഷ്കരണം കുടിശ്ശികയാകുന്നത് ആ ദിനത്തിന് മുമ്പായി മാസങ്ങൾക്ക് മുമ്പേ 10ഓളം മാസങ്ങൾക്ക് മുമ്പേ 2013 ശമ്പള കമ്മീഷനെ വെച്ച ഒരു ചരിത്രം ഇവിടെയുണ്ട്. ഇന്നിവിടെ ശമ്പള പരിഷ്കരണം കുടിശ്ശികയാവുന്ന ദിവസമായിട്ട് പോലും നമുക്ക് കമ്മീഷനെ വെച്ചിട്ടില്ല. 5 വർഷം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ശമ്പള പരിഷ്കരണത്തിന്റെ കുടിശ്ശിക ഇതുവരെയായും അനുവദിച്ചിട്ടില്ല. അന്ന് ശമ്പള പരിഷ്കരണം നടത്തുമ്പോൾ പറഞ്ഞത് സർക്കാർ സാമ്പത്തിക പ്രതിസന്ധിയിലാണ്, അതുകൊണ്ട് തന്നെ 2023 ഏപ്രിൽ 1 മുതൽ 4 ഗഡുക്കളായി ശമ്പള പരിഷ്കരണ കുടിശ്ശിക തരാമെന്ന് പറഞ്ഞു. 3 പ്രാവശ്യം ഉത്തരവ് ഇറക്കിക്കൊണ്ട് ജീവനക്കാരെ പറ്റിച്ചു. ഗഡുക്കൾ ഇതുവരെയായും തന്നിട്ടില്ല. 4ാമത്തെ ഗഡു ഒക്ടോബർ 1 2024 ഒക്ടോബർ 1 4ാമത്തെ ഗഡു കുടിശ്ശികയാണ്. 6 ഗഡു ക്ഷാമബത്ത കുടിശ്ശിക അനുവദിക്കുക, 11ാം ശമ്പള പരിഷ്കരണത്തിന്റെ കുടിശ്ശിക അനുവദിക്കുക, ലീവ് സറണ്ടർ പണമായി നൽകുക, ജീവാനന്ദം പദ്ധതി ഉപേക്ഷിക്കുക, പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധിച്ചത്. ജില്ലാ വൈസ് പ്രസിഡന്റ് ഗിരീഷ് ആനപ്പെട്ടി അധ്യക്ഷത വഹിച്ചു. KC സുജിത് കുമാർ, KM ജയപ്രകാശ്, MT പ്രസീത, SM രജനി, M ശ്രീനിവാസൻ, VM രാജേഷ്, VTP രാജേഷ്, P കുഞ്ഞികൃഷ്ണൻ, M സുജയൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.